മദ്യബ്രാൻഡിന് പേരും ലോഗോയും ക്ഷണിച്ച നടപടിയിൽ സർക്കാരിന് വീണ്ടും വിമർശനം. മദ്യം ഉപയോഗിക്കാനുള്ള പ്രേരണയാകില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. നേരിട്ട് ചെയ്യാനാകാത്തത് പരോക്ഷമായി ചെയ്യുന്നതാണ് സർക്കാർ നടപടിയെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, വെരി ഗുഡ് ഈവനിംഗ്. നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ മദ്യം വർജിക്കണമെന്ന് പറയുന്ന അതേ സർക്കാർ D100 അടക്കം ഉള്ള പരിശോധനകൾ പുരോഗമിക്കുമ്പോഴും മറുവശത്ത് സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് പുറത്താകുകയാണ്. അതായത് ഈ പുതിയ ബ്രാൻഡിന് പേര് ക്ഷണിക്കുകയാണ്. അതിലൂടെ ഈ മദ്യ ഉപഭോഗം അത് കേരളത്തിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു നിലപാടല്ലേ സർക്കാർ സ്വീകരിക്കുന്നത്? ഏതൊക്കെയാണ് ഹൈക്കോടതി വിമർശനങ്ങൾ? അതെ അശ്വതി, അതായത് പുതിയ മദ്യ ബ്രാൻഡിന് പേരും ലോഗോയും ക്ഷണിച്ചുകൊണ്ട് ബെവ്കോ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനിടയിലാണ് ഇക്കാര്യത്തിൽ ഒരു പൊതുതാൽപര്യ ഹർജി നേരത്തെ ഹൈക്കോടതിയിൽ വന്നിരുന്നു. വീണ്ടും രണ്ടാമതൊരു പൊതുതാൽപര്യ ഹർജി കൂടി ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്ന സമയത്താണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും വിമർശന രൂപേണയുള്ള ഒരു ചോദ്യം സർക്കാരിന് നേരെ ഉന്നയിക്കപ്പെട്ടത്. മദ്യം ഉപയോഗിക്കാനായിട്ടുള്ള പ്രേരണയാകില്ലേ ഇത്തരമുള്ള പരസ്യങ്ങൾ എന്നാണ് ഹൈക്കോടതി ഉന്നയിച്ച സുപ്രധാനമായിട്ടുള്ള ചോദ്യം. നേരിട്ട് ചെയ്യാനാകാത്ത നടപടികൾ പരോക്ഷമായിട്ട് ചെയ്യുന്നതാണ് സർക്കാരിന്റെ ഈ രീതി എന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. എന്തായാലും 3 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. സർക്കാരിന് നോട്ടീസ് നൽകിക്കൊണ്ട് ഈ വിഷയത്തിൽ ഈ ഒരു ഹർജിയിന്മേലുള്ള മറുപടി ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം, അതായത് ഈ മദ്യം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു പരസ്യവാചകം അല്ലെങ്കിൽ വാർത്താക്കുറിപ്പ് അടിച്ചിറക്കിയിരിക്കുന്നത്. അത് മദ്യ ഉപഭോഗത്തെ വർദ്ധിപ്പിക്കാനായിട്ടും ഈ ലഹരി വസ്തുക്കൾ വെടിയണമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ പ്രചരിപ്പിച്ചാണ്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ബെവ്കോയുടെ ഇത്തരം നടപടി. അത് പ്രോത്സാഹിപ്പിക്കാൻ അനുവദിക്കാൻ സാധിക്കുന്നതല്ല തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പൊതുതാൽപര്യ ഹർജി എത്തിയത്. എന്തായാലും മദ്യം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രേരണയാകില്ലേ ഈ ഉള്ള ബെവ്കോയുടെ ഈ ഒരു വാർത്താക്കുറിപ്പെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. 3 ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിശദമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ മറുപടി നൽകും. അശ്വതി. എസ് രേഷ്മ, പുതിയ ബ്രാൻഡ് വരികയാണ്, ഖജനാവ് നിറയ്ക്കണം. അപ്പോൾ സർക്കാരിന്റെ ഒരു ഫ്രീ പ്രൊമോഷനാണ് എന്തായാലും ഇതിലൂടെ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. മദ്യ ബ്രാൻഡിന്റെ പേരും ലോഗോയും ക്ഷണിച്ച നടപടിയിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.